ഇരിക്കുന്ന വരുന്ന ചോളം ഉപ്പുമാവിന് വേണ്ടി മതപരിവർത്തനം ചെയ്ത ആളുകൾ, മതം മാറിയ ആളുകൾ കേരളത്തിലുണ്ട്. എന്റെ ഈ ക്രിസ്ത്യാനികളെ ഇവിടെ മതപരിവർത്തനം നടത്തുന്നു എന്ന് ഈ ഹിന്ദു ഐക്യവേദിയും ഈ ജനം ചാനലും കൊട്ടിക്കൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബിനു വാഴമുട്ടം കഴിഞ്ഞ ദിവസം ആരെയൊക്കെ അത് മതപരിവർത്തനം നടത്തുന്നു, ഇപ്പൊ അവർക്ക് ഒരു മുസ്ലിം സമുദായത്തിന്റെ ഒരു കൂട്ട് കിട്ടാൻ വേണ്ടി ഒരു മുസ്ലിം സഹോദരനെ മതപരിവർത്തനം എവിടെ, ആരുടെ എന്തിനാണിത്? അപ്പൊ പറയണം, ഇപ്പൊ ഭയങ്കര പരാതികളെല്ലാം പോയിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. ഈ പരാതി ആര് കൊടുത്തു, എവിടെ കൊടുത്തു? ഈ ജനചാനലും നിങ്ങൾ കൊണ്ടുവരുന്ന കുറച്ച് ഡൂക്കളി പയ്യന്മാരും കുറച്ചവരെല്ലാരും കൂടെ ചേർന്ന് അങ്ങനെ ചെയ്തു. സാറെന്നെ നുള്ളി, സാറെന്നെ എനിക്ക് ആരൊക്കെയൊന്നുമില്ല എന്ന് നാസറില്ല പിള്ളേർ പറയും പോലെയൊക്കെ ബിറ്റായിട്ട് ഓരോ വീഡിയോ ഇട്ട് പരാതി, ഭീഷണി, അത് കൊലവിളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇടുന്നതിന് ഇതിനെയൊക്കെ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി ഈ പോലീസ് വിഭാഗവും നിയമവ്യവസ്ഥയും അത്ര വിവരം കേട്ടവരോ? ഇതുകൂടെ നിനക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞു, ഞാൻ പറയട്ടെ, ഈ ക്രിസ്ത്യാനികള് ഈ ഹിന്ദു ഐക്യവേദിയും ജനചാനലും വ്യക്തമായിട്ടൊന്ന് കേൾക്കണം ഈ വിഷയം. ഈ ക്രിസ്ത്യാനികൾ എവിടെയാണ് മതപരിവർത്തനം ഭരണഘടനയ്ക്ക് എതിരായ നിലയിൽ നടത്തുന്നത്? ഭരണഘടനയ്ക്ക് അധീനതയിൽ മതത്തെ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം, അതിന്റെ അകത്ത് നിന്നാണ് ക്രിസ്ത്യാനികൾ ഇവിടെ പ്രവർത്തനം നടത്തുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അന്യദൈവങ്ങളെ പേര് പറഞ്ഞു വിളിച്ചു എന്നൊക്കെ പറയുന്നു. അത് ഇതിന്റെ പേരുകളൊക്കെ ഈ വരുന്നവര് അവരുടെ മാനസിക വിഭ്രാന്തിയിൽ ഞങ്ങൾ അതാണ്, ഞങ്ങൾ ഇതാണ്, ഞങ്ങൾ ഇത്ര വർഷമായി ഞങ്ങളുടെ ഉള്ളിൽ ഇതിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവര് വിളിക്കുന്ന പേരുകളൊക്കെ ഞങ്ങൾക്ക് അറിയാവൂ, അല്ലാതെ പേരുകളൊന്നും അറിയത്തില്ല. പിന്നെ മതപരിവർത്തനം, ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ബിനു വാഴമുട്ടത്തിന്റെ ചർച്ചിനകത്തിരുന്ന് ഒരു മുസ്ലിം പേര് സഹോദരൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയോ? പറഞ്ഞേ, ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കതവ് തുറന്ന് ഇപ്പൊ പറഞ്ഞു ചെറുപോൽപ്പുഴയിൽ ഭഗവത്ഗീത എടുത്തെറിഞ്ഞു, അതെടുത്തെറിഞ്ഞു എന്ന് ആരുടെ എറിഞ്ഞത്? ഇതൊക്കെ തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ നീയൊക്കെയാണെങ്കിൽ ഇതിനെ ഒരു കേസായിട്ട് കൊടുക്കുമായിരുന്നു. നിങ്ങളൊക്കെ വീട്ടിലെ ഭഗവത്ഗീത എടുത്തെറിഞ്ഞു, രാമായണം എടുത്തെറിഞ്ഞു, എന്നെറിഞ്ഞു, ആരെറിഞ്ഞു? നിനക്കൊക്കെ വാർത്താ ദാരിദ്ര്യം അതൊക്കെ. ഇപ്പൊ ഈ മുസ്ലിം സഹോദരന്റെ അടുക്കൽ ഇദ്ദേഹം ആയിക്കൊണ്ടിരുന്നത് സംസാരിച്ചെന്ന് പറഞ്ഞു. ഇപ്പൊ ഏത് മതമായിരുന്നാലും എവിടെ ആയിരുന്നാലും ആ മതത്തിൻ്റെതായ ചില ഭാഷകളും ഉപദേശങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം RC ചർച്ച്, പ്രൊട്ടസ്റ്റാന്റ്, പെന്തക്കോസ്റ്റ്, ചില വിഷയങ്ങളിലൊക്കെ ഉപദേശ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങളിൽ ഈ ഗോമൂത്രം കുടിക്കുന്നവരുണ്ട്. ഇപ്പൊ അനിൽ നമ്പ്യാർ ഗോമൂത്രം കുടിക്കൂ. അതേപോലെ രാവിലെ എഴുന്നേറ്റ് ചാണക ബിസ്ക്കറ്റ് കഴിക്കുന്നവരുണ്ട്. ഈ അവതാരകര് നിങ്ങളാരെങ്കിലും രാവിലെ എഴുന്നേറ്റ് ചാണക ബിസ്ക്കറ്റ് വല്ലതും കഴിക്കുമോ? പിന്നെ തുണിയില്ലാതെയൊക്കെയുള്ള സന്യാസിമാരുണ്ട്. ഇവിടുത്തെ ഐക്യവേദിയിലെ ലീഡേഴ്സ് ആരെങ്കിലും ഇങ്ങനെ നടക്കുമോ? ഇതൊക്കെ ഓരോരുത്തരുടെ ഒരു വിശ്വാസമാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളിലൊക്കെ ഈ എല്ലാ മതത്തിലുള്ളവർക്ക്, മറ്റേ മുസ്ലിം, ഷിയ, സുന്നി, ഇതിനകത്ത് ജൈനർ, ഈ പല ഇതൊക്കെ ഉണ്ടല്ലോ. അതേപോലെ ഇതിനകത്തും ഈ ബേസിക് ആയിട്ടുള്ള വിഷയം, അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ അവർ കൈകോർക്കുമെങ്കിലും മറ്റു പല അഭിപ്രായങ്ങളിലൊക്കെയും തീരുമാനങ്ങളിലും ഭക്ഷണങ്ങളിലൊക്കെയും വേറിട്ട് നിൽക്കുന്ന അന്തരീക്ഷമുണ്ട്. അപ്പോ ഈ ബിനു വാഴമുട്ടത്തിന്റെ ഒക്കെ ചില പദപ്രയോഗങ്ങളൊക്കെ അല്ല അങ്ങേര് ശീലിച്ച ഒരു പെന്തക്കോസിന്റെ ഒരു പദപ്രയോഗങ്ങൾ ഉണ്ടായിരിക്കാം. ഇദ്ദേഹം ഈ മുസ്ലിം സഹോദരന്റെ വീട്ടിനകത്ത് പോയിട്ട് ഇറങ്ങി വാ, ഖുറാന എടുത്തെറിഞ്ഞിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ദൈവം അതല്ല എന്ന് പറഞ്ഞ് പിടിച്ചിറക്കി വലിച്ചു കെട്ടിക്കൊണ്ട് പള്ളിക്കകത്ത് കൊണ്ടുവന്നെങ്കിൽ മതപരിവർത്തനം എന്ന് പറയാം. ഇപ്പൊ നിങ്ങളൊക്കെ പറയടാ ജയ് ശ്രീറാം, പറയടാ ജയ് ശ്രീറാം എന്നൊക്കെ എത്രയോ ക്ലിപ്പുകളൊക്കെ കാണുന്നില്ലേ? അതിന്റെ പേരാണ്ട ഈ മതപരിവർത്തനം എന്ന് പറയുന്നത്. ഇവിടത്തെ മറ്റേ ഹരേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടൊക്കെ ബുക്കുകളൊക്കെ കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ലേ? ഈ അമൃതാനന്ദമയുടെ അടുക്കലും മറ്റ് യോഗ സെന്ററുകളിലും എത്രയോ പേര് ക്രിസ്ത്യാനികളൊക്കെ അങ്ങോട്ട് മനം മാറി പോകുന്നുണ്ട്. ഏതെങ്കിലും ക്രിസ്ത്യാനികൾ നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി പറയുന്നത്, ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ വിഷയം. ഇപ്പോ TV-യിലൊക്കെ പ്രഭാഷണങ്ങളോ മറ്റോ കേട്ടുകൊണ്ട് ഈ പാസ്റ്റർമാരെ വിളിക്കണേ ആരെന്ന് പറയാം. പാസ്റ്ററേ, പാസ്റ്ററാണ്, പിന്നെ എൻ്റെ ചേട്ടന് വയ്യ, പലയിടത്തും കൊണ്ടുപോയി, ഒരു വിടുതലുമില്ല, ഒന്ന് പ്രാർത്ഥിക്കുമോ?
അപ്പോൾ പാസ്പോർട്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ സമുദായം ഇതൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വേറെ വിഷയമൊന്നും ഉണ്ടാവില്ലേ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് അവന്മാരൊന്നുമല്ല ചോറ് തരണത്, ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല എന്ന നിലയിൽ ധൈര്യത്തോടുകൂടെ പള്ളിക്കകത്ത് കയറി വരുന്നവരെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി ഇടിൽ നിൽക്കണം. അമ്മമാരൊക്കെ ആരും ഒന്നും പറയാം, അമ്മമാരൊക്കെ വിഷയം വരുമ്പോൾ മാത്രം ഞങ്ങളുടെ സമുദായം എന്ന് പറയണതല്ല. അതെ, ഞങ്ങളുടെ രോഗത്തിനോ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കോ ഞങ്ങൾക്കോ ഒരു പരിഹാരവും സാന്ത്വനമോ ഒരു വാക്കോ ഇതിനൊന്നിനും അമ്മമാർ ഒരുത്തനും വരുന്നില്ല. അപ്പോ എന്ന നിലയിൽ ഞങ്ങളുടെ പള്ളി തേടി ഒരുത്തം വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണമെന്ന് പറയണേ നിങ്ങൾ? ഇപ്പൊ ബിനു വാഴമുട്ടത്തിന്റെ റോഡിൽ നിന്നുള്ള ഏതെങ്കിലും മതപരിവർത്തനത്തിന്റെ വീഡിയോ ആണോ ഞാൻ എടുത്തിട്ടത്? അല്ലെങ്കിൽ ഇവന്മാരെ വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞത് അവന്റെ പള്ളി തേടി വന്നു, ചർച്ച് തേടി വന്നു. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഹിന്ദു ഐക്യവേദി, നിങ്ങൾ ഇങ്ങനെ വരുന്നവരെ ബോധവൽക്കരണം ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നവർക്ക് ഇതിലും ഭേദമായ വിശ്വാസത്തിന്റെ അടിത്തറ അവർക്ക് കൊടു. അതല്ലേ നല്ലത്. അല്ലാതെ ഇത് യവന്മാരായിട്ട് കൊലവിളി നടത്താനും അടിക്കാനും പിടിക്കാനും ഭീഷണിപ്പെടുത്താനും നിന്ന് കഴിഞ്ഞാൽ എതുവരെ നിൽക്കും? ഈ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. അവരുടെ ഉള്ളത്തിനകത്ത് അവർക്ക് ഏൽക്കത്തക്ക വണ്ണമുള്ള ഒരു വിശ്വാസത്തിന്റെ അടിത്തറ, അവർക്ക് ഒരു പ്രത്യാശയുടെ അടിത്തറ, ജീവനും ഭക്തിക്കും ആരോഗ്യത്തിനും അനിവാര്യമായത് അവർക്ക് എവിടെ ലഭിക്കുന്നുവോ അവിടെ അവർ വേരുന്നു. അത് നിങ്ങൾ കൊടു. അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത നിങ്ങളുടെ അപര്യാപ്തതയല്ലേ ഇവരെല്ലാം ഇങ്ങനെ ചേക്കേറുന്നത്? ഇപ്പൊ ഇറങ്ങി നിങ്ങൾ ചർച്ചക്കാർ വരുന്നു, പക്ഷേ പ്രാർത്ഥിക്കണം, ഇറങ്ങി പോടാന്ന് പറയാൻ പറ്റുമോ? ഇദ്ദേഹത്തിന് നിങ്ങളെന്ന് പറഞ്ഞില്ല, ഇദ്ദേഹത്തിന്റെ മുസ്ലിങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പം അടുത്ത ഫലം. ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവിടെ ആരെ കൂട്ടുപിടിച്ചെന്ന് പറഞ്ഞാലും നിയമം. ഇപ്പൊ ഇവരൊക്കെ വീടുകൾ കയറി പോയോ, റോഡിൽ നിന്ന് പിടിച്ചിറക്കിയോ? പിന്നെ അപ്പച്ചന്മാരൊക്കെ റോഡിൽ നിന്നൊക്കെ ചിലയിടത്തൊക്കെ പ്രസംഗിക്കുന്നു, ചിലർ ട്രാക്ട് കൊണ്ട് കൊടുക്കുന്നു. അതൊക്കെ നിങ്ങളൊക്കെ സ്വാമിമാരൊക്കെ എത്രയോ വീടുകൾ, ഞങ്ങളൊക്കെ വീടുകൾ, എന്റെ കഴിഞ്ഞ ആഴ്ച ഒരു സ്വാമി എന്റെ കൂട്ടുകാരൻ പണ്ടത്തെ, അവന്റെ അടുത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവന്റെ ഒരു പുസ്തകം കൂടെ ഞാൻ വാങ്ങിച്ചു. എവിടെ മതപരിവർത്തനം? വിശ്വാസത്തിന്റെ അടിത്തറയായിരുന്നാൽ നീ നമ്മളെ വീട്ടിൽ നിന്ന് ലോകം മുഴുവനുള്ള മതം വന്നാലും മതഗ്രന്ഥം അവിടെ വന്നാലും ആ അടിത്തറ തന്നെ. മനസ്സിലായല്ലേ? ഈ ഉപ്പുമാവ് കൊടുത്താലും, നിങ്ങൾ പറഞ്ഞില്ലേ മഞ്ഞ ചോളം കൊടുത്തെന്ന് പറഞ്ഞാലും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 1/2 കിലോ കൂട്ടിക്കൊടു. നമ്മൾ ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, ഇനി 1/2 കിലോ കൂട്ടിയും കൊടുറേ, അപ്പൊ അവരങ്ങ് പോവും. ഇതൊക്കെ വെറും, നിങ്ങൾക്ക് പറയുന്നില്ല, വെറും പങ്കിളിയാണ്. ഇവിടെ ക്രിസ്ത്യാനികളുടെ മതപരിവർത്തനം നടത്തുന്നില്ല. റോഡിലൂടെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചില ഈ ദിവസങ്ങളിലൊക്കെ അല്ല ലഹരി വിമുക്തം എന്നൊക്കെ പറഞ്ഞ് ചില പരിപാടികൾ നടത്തും. പിന്നെ എല്ലാ മതത്തിലുള്ളവരൊക്കെ ചിലരൊക്കെ വീടുകൾ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പാവപ്പെട്ടവരൊക്കെ കയറി ഇറങ്ങി വരും. ഇതല്ലാതെ ഒരുത്തനെ കുത്തിന് പിടിച്ചെടുത്ത് ഹല്ലേലൂയ പറയടാ യേശു ഇങ്ങനെ ആര് പറയുന്നു? ഓരോ ചർച്ചുകളിലും ഇവരെ തേടി വരികയാണ് ഇങ്ങോട്ട്. മനസ്സിലായില്ലേ? ഇന്ന് തേടി വന്നവര് ഇന്ന് അവിടുത്തെ ഭാഷക്കാലും വലിയ ഭാഷമാരായിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ അവരുടെയൊക്കെ പേഴ്സണൽ ചാനലിലൊക്കെ ഇട്ട് ഏതെങ്കിലുമൊക്കെ ഒരു സാക്ഷ്യത്തിന്റെ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് മതപരിവർത്തനത്തിൽ ഒരു കാര്യവുമില്ല, ഇതിന് ഒരിടവും എത്തയില്ല. അത് പ്രബുദ്ധരായിട്ടുള്ള എല്ലാവരും അതിന്റെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ പിന്നെ തള്ളുക തന്നെ ചെയ്യും. പിന്നെ എന്റെ വീഡിയോ തുടക്കം മുതലേ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ക്രിസ്തീയ പ്രവർത്തനത്തിനകത്ത് ഉള്ള ഈ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ, രോഗസൗഖ്യം, മറ്റുള്ള വിഷയങ്ങൾക്ക് എല്ലാത്തിനും എതിരെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടാറുണ്ട്. ഇങ്ങനെ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരു അജണ്ടയൊന്നുമില്ല. മനസ്സിലായല്ലേ? എനിക്ക് പിന്നെ ക്രിസ്ത്യൻസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുക, ഹിന്ദുവിനെ എതിർത്തുകൊണ്ട് ഇടുക, മുസ്ലിമിനെ എതിർത്തുകൊണ്ട് ഇടുക, എവിടെ എന്തൊരു വിഷയം ഉണ്ടെങ്കിലും ഞാൻ ആ വീഡിയോ ഇടാറുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത് കൊണ്ട് ഞാൻ ഈ ടിനു ജോർജിനെതിരെ വീഡിയോ, തങ്കു, അതേപോലെ MA വർഗീസ്, സുരേഷ് ബാബു, ബിനു വാഴമുട്ടത്തിനെതിരെ നിറയെ വീഡിയോ ഇട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ വീഡിയോ ഇട്ട സമയത്ത് IT ന്യൂസിലും പറഞ്ഞ കേട്ടിരുന്നുണ്ട്, ഷാജു ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തെ കുറിക്കാൻ വേണ്ടി. ഈ വയൽ വിളിച്ചോന്ന് എനിക്കറിയത്തില്ല. കാരണം ഇങ്ങനെ ഓരോരുത്തന്മാർ 100 വിളിക്കും, ചിലരൊക്കെ ഇരുന്നിട്ട് വിളിക്കും, പിന്നെ പക്ഷേ കുറച്ച് കാര്യമുണ്ട്, ഇങ്ങനെ കുറച്ച് കണ്ടന്റ് ഞങ്ങളിലുണ്ട്, അതങ്ങോട്ട് തരാം, ഒരു വീഡിയോ ആയിട്ടിടണമെന്ന്. ഞാൻ കണ്ടന്റൊക്കെ എടുത്ത് നോക്കും. ഇവര് പറഞ്ഞിരിക്കുന്ന ആരോപണം എന്റെ ജീവിതവുമായിട്ട് ഞാനൊന്ന് താരതമ്യപ്പെടുത്ത് നോക്കും. മനസ്സിലായില്ലേ? ചില വിഷയങ്ങളൊക്കെ നോക്കുമ്പോൾ അപ്പൊ ഞാനൊരു തൈക്കിളവനാണെങ്കിലും ചെറിയ ഞരമ്പുകളൊക്കെ എൻ്റെ അകത്ത് അതോ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇച്ഛിക്കാത്തൊരു തിന്മയെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ചില ഞരമ്പുകളൊക്കെ നമ്മളകത്തും ഉണ്ട്. മനസ്സിലായല്ല? തൈക്കിളവനാണെങ്കിൽ തന്നെയും വ്യക്തിപരമായ വിഷയങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാനത് പരാമർശിച്ച് വീഡിയോ ഇടാറില്ല.
അങ്ങനെയൊക്കെ നിർബന്ധിച്ച് ആരെങ്കിലും തരുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങനെ വ്യക്തിപര വിഷയം ഏതെങ്കിലും ഉപദേശ വിഷയങ്ങളോ താർക്കിക വിഷയങ്ങളോ ഞാൻ ഇടും. അല്ല അവരെ കുടുംബത്തെ കലക്കാനോ ഡൈവോഴ്സ് ചെയ്യിപ്പിക്കാനോ അവൻ വിശുദ്ധനല്ലെന്ന് പറയാനോ അവൻ വ്യഭിചാരം ചെയ്യുമെന്ന് പറയാനോ അവന് ഈ പെണ്ണുമായിട്ട് പ്രണയം ഉണ്ടെന്ന് പറയാനോ എനിക്ക് ആളൊന്നുമല്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വീഡിയോ ഇടുന്ന ഒരുപാട് വിശുദ്ധന്മാരൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോകുക എന്ന് ഈ വയലിൻ്റെ അടുത്ത് മാത്രമല്ല ഞാൻ പലരിടത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞരമ്പെന്ന് പറഞ്ഞു, തരികിട തിത്തരികിട ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാലത്തിനിടയിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ ആരുടെയും കുടുംബത്തെ തകർക്കാനോ അല്ലെങ്കിൽ ആർക്കും ഒരു നാശത്തിലേക്ക് കൊണ്ടുപോകാനോ നരകത്തിലേക്ക് കൊണ്ടുപോകത്തക്കവണ്ണമുള്ള ഒരു പ്രവർത്തനങ്ങളും എന്റെ ഭാഗത്തിനകത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന ഒരു പ്രാഗൽഭ്യത്തിൽ തന്നെയാണ് ഞാൻ എന്നെ ഞാൻ തുറന്നു പറയുന്നത്. ഞാൻ യുവമാരെല്ലാം വിമർശിച്ചിട്ടുണ്ട്. ഈ വിനുവാഴവട്ടത്തിനെതിരെ നിറയെ വീഡിയോ ഇട്ടിട്ടുണ്ട്, മനസ്സിലായില്ല. ആദ്യം വീഡിയോ ഇട്ട് ഞാനെന്നാണ് തോന്നുന്നത്. പക്ഷെ കുറെ ദിവസം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഈ വീഡിയോ മാത്രമല്ല ചില വീഡിയോകളെല്ലാം ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. മാക്സിമം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇവനൊക്കെ ഇനി അവസാനത്തെ പള്ളിയും പൊളിക്കുമെന്ന ലെവലിൽ വന്നപ്പോ പിന്നെ ഞാനിപ്പം അത് മൊത്തം ഏകദേശം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കൃഷി ഇങ്ങനെയൊക്കെയുള്ളവരുടെ പരിപാടികൾ നടത്തുന്ന വീഡിയോ ഞാൻ ഇന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ. അത് കാരണം ഇവന്മാരുടെ അജണ്ട എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ കൂടെ അമ്മമാർക്കൊരു ഉപോത്ഫലകമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇവരുടെ താളത്തിനൊത്ത് ഞാനും താളം പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മതപരിവർത്തനം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ ഇവിടെ ചെയ്യുന്നില്ല. പിന്നെ ആരെങ്കിലും സമാധാന സ്വസ്ഥതയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വരുന്നെങ്കിൽ അവരെ ഇറങ്ങിപ്പോടാന്ന് പറയില്ല. നിയമവ്യവസ്ഥക്കകത്ത് നിന്ന് ഇതിൻ്റെതായ കാര്യങ്ങൾ സ്വന്തമായി ക്രിസ്ത്യാനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിനി പിന്നെ മുസ്ലിങ്ങളെ കൂട്ടുപിടിച്ചാലും മുസ്ലിം സഹോദരങ്ങളെ കൂട്ടുപിടിച്ചാലും കമ്മ്യൂണിസ്റ്റിനെ കൂട്ടുപിടിച്ചാലും കോൺഗ്രസിനെ കൂട്ടുപിടിച്ചാലും മാവോയിസ്റ്റിനെ ഈ ലോകത്തുള്ള ഏത് ISISനെ കൂട്ടുപിടിച്ചിട്ട് ക്രിസ്ത്യാനിക്കെതിരെ നിങ്ങൾ ചെയ്താലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഭൂരിപക്ഷം പലപ്പോഴും ചരിത്രം കുറിച്ചവരാണ്, ചരിത്രം എഴുതിയവരാണ്. പക്ഷേ ന്യൂനപക്ഷം ചരിത്രത്തെ മാറ്റി എഴുതിയവരാണ് എന്ന് മനസ്സിലാക്കണം. ബൈബിളിലെ ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു ബാലാജൻ ഒരു ബാജാനുബാഹുവും കൂട്ടനും ഒരു പീക്രി ഒരു കണവയല്ല കവണയും കൊണ്ടുവന്ന ദാവീദിന്റെ മുമ്പിൽ അവൻ വിറച്ച് കീഴ വീണത് കണ്ടു, മനസ്സിലായില്ലേ. ഇത് പിന്നെ കൊലവിളിയോ മുറവിളിയോ ഒന്നുമല്ല, അതവൻ്റെ അകത്തുള്ള ആധ്യാത്മികമായ ശക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ അംഗബലം കൂട്ടി ഈ ക്രിസ്ത്യാനികളുടെ ആത്മീക വീര്യത്തെ കെടുത്താമെന്ന് ചിന്തിച്ചാൽ ഈ വഴി ഞങ്ങൾക്ക് മുമ്പേ പരിചയമുള്ളതാണ്. ഇതെല്ലാം മുമ്പേ വന്നതാണ്, മുമ്പേ ഇതിലൂടെയൊക്കെ കടന്നു വന്നതാണ്. ആ മാർഗമാണ്, മനസ്സിലായില്ലേ. അന്നൊക്കെ സാമ്രാജ്യങ്ങൾ അല്ലെങ്കിൽ നേതാക്കന്മാർ രാജാക്കന്മാരൊന്നും അനുകൂലമല്ലായിരുന്നു. യേശുവിനെ പറഞ്ഞു, ലോകം നിങ്ങൾക്ക് ഇനിയും അനുകൂലമല്ല. പച്ചമരമായ എന്നോട് ഈ ലോകം അനുകൂലത കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ ഉണങ്ങി മരം നിങ്ങളുടെ അടുക്കലും ഇല്ല, മനസ്സിലായില്ലേ. ലോകം നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി ഹിന്ദു ഐക്യവേദി ഇനി മുസ്ലിം സഹോദരങ്ങളെയോ മറ്റിനി മാവോയിസ്റ്റ് ആരെ കൂട്ടുപിടിച്ച് ഇനി തകർക്കാൻ വേണ്ടി നോക്കിയാലും നിങ്ങൾക്ക് തകർക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ട്. ഈയിടെ ബിനു ഡൊമിനിക് അത് വേറൊരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ ബിനു വാഴമുട്ടത്തെ പിടിച്ച് പിന്നെ ജയിലിടാൻ പറ്റും. വേണമെങ്കിൽ പുറകെ നടന്ന് ഒരു ഇതൊക്കെ ഒരു ആണത്വമാണോ? ഇതൊക്കെയല്ല, ഇതൊക്കെ ആണത്വം എന്നൊക്കെ പറയുമ്പോ മഹാഭാരതത്തിന്റെ കർണനെയാണ് ഓർമ്മ വരുന്നത്, മനസ്സിലായല്ലേ. അവൻ ആ കർണന്റെ ഒക്കെ ഒരു ആർജവും രോമാഞ്ചവും ഒക്കെയാണ് ഞങ്ങൾ പലപ്പോഴും ഒക്കെ സ്മരിക്കുന്നതും അയവിറക്കുന്നതും. അതുകൊണ്ട് ലക്ഷ്യം നേടാൻ ഇങ്ങനെയൊക്കെയുള്ള ഊളമാർഗങ്ങളൊന്നും ഉപയോഗിക്കരുത്. ലക്ഷ്യം വിശുദ്ധമാണ്, മാർഗവും വിശുദ്ധമായിരിക്കണം, അടിസ്ഥാനവും വിശുദ്ധമായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാകാൻ പറ്റും. അല്ലാതെയുള്ള ഇത് ഒരിടവും എത്താതെ തന്നെ പോകും എന്നതിൽ രണ്ടു പക്ഷമില്ല. അതുകൊണ്ട് ബിനു വാഴമുട്ടം ഒരു ഹിന്ദുക്കളുടെ വീടുകളിലും കയറി ഇറങ്ങി മതപരിവർത്തനം നടത്തിയിട്ടില്ല. അദ്ദേഹത്തെ തേടി വന്നവരോട് അദ്ദേഹത്തിന്റെ സന്തോഷം അദ്ദേഹം പങ്കുവയ്ക്കുന്നു ഭരണഘടനയുടെ വ്യവസ്ഥയ്ക്ക് അകത്ത്.
പിന്നെ ഇവിടെ നടക്കുന്ന എല്ലാ ചർച്ചകളിലും ഒരാളും ഒരു വീട്ടിൽ പോയിട്ട് യവന്മാർ പറയും പോലെ ഭഗവത്ഗീത എടുത്ത് എറിഞ്ഞ് അവിടെ എറിഞ്ഞ് ഇങ്ങനെ ആരും ചെയ്യുന്നില്ല. അങ്ങനെ എറിഞ്ഞിട്ട് ഇവിടെ ആൾക്ക് നേട്ടമൊന്നുമില്ല. പിന്നെ പാസ്റ്ററെ ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല, എല്ലായിടവും പോയി, എല്ലാവരും കൈവിട്ടു എന്ന് പറഞ്ഞ് വരുന്ന നിസ്സഹായരുണ്ട്. അവരെ കൈവിടില്ല. അവർക്ക് ആശ്വാസം കൊടുക്കും, പ്രബോധനം കൊടുക്കും, ആത്മീക വർധനവ് കൊടുക്കും. അവർ വേരൂന്നപ്പെടും. സനാതന ശാശ്വത മാർഗത്തിലേക്ക് അവർ വഴി നടത്തപ്പെടും. അതിനെ തടയാൻ പറ്റില്ല. അത് ജീവന്റെ മാർഗമാണ്. അത് നിത്യജീവന്റെ മാർഗമാണ്. ഇതിന് ഏത് കാലഘട്ടത്തിൽ ഏതൊക്കെ ഉരുക്ക് സാമ്രാജ്യങ്ങൾ തകർത്തിട്ടുണ്ടോ അതെല്ലാം പിന്നത്തേതിലൊക്കെ അവരുടെ ചരിത്രം എന്ന് ഓർക്കുമ്പോൾ, അവരുടെ ചരിത്രം തന്നെ മനുഷ്യ മസ്തിഷ്കങ്ങളിലിരുന്നും അവരുടെ ചരിത്ര പുസ്തകങ്ങൾ വരെ തന്നെ ലൈബ്രറികളിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുമ്പോൾ ഇന്നും ബൈബിളും അതിനകത്തുള്ള ജീവനും നദിയായി ഒഴുകുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിലൂടെയും ഈ സമയത്ത് സുഗമമായി ഒഴുകുവാൻ കഴിയും.